കേരള തമിഴ്നാട് തെക്കൻ അതിർത്തി പ്രദേശമായ പാറശാല കേന്ദ്രീകരിച്ച് ചൂതാട്ട സംഘങ്ങളുടെ വിളയാട്ടം. അരുമാനൂർ, കുന്നത്തുകാൽ, വെള്ളറട, കാട്ടാക്കടയടക്കമുള്ള പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളും ക്ലബ്ബുകളും കേന്ദ്രീകരിച്ചാണ് ചൂതാട്ട സംഘങ്ങളുടെ പ്രവർത്തനം. ഉത്സവ സീസൺ ആയതുകൊണ്ട് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ചൂതാട്ടത്തിന് 30 ലക്ഷം വരെയാണ് ക്ഷേത്ര കമ്മിറ്റികൾക്ക് നൽകുന്നത് ഇത്തരം ചൂതാട്ട സംഘങ്ങൾ. എന്തായാലും നെയ്യാറ്റിൻകര, കാട്ടാക്കട ഡിവൈഎസ്പിമാരുടെ പരിധിക്കുള്ളിൽ നടന്നുവരുന്ന ചൂതാട്ട പ്രവർത്തനങ്ങൾക്ക് നേരെ പോലീസും കണ്ണടച്ചിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടിന് കിട്ടിയിരിക്കുന്ന വിവരം. റിപ്പോർട്ട് കണ്ടുവരാം. പുതുവർഷം ആരംഭിച്ച് ആഴ്ചകൾ പിന്നിട്ടപ്പോൾ മലയാളികൾക്ക് ഉത്സവത്തിന്റെ നാളുകൾ കൂടിയാണ് കൊടിയേറിയത്. ഇന്ന് പാറശാല വരികയാണെങ്കിൽ അതിർത്തി പ്രദേശത്തെ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങളോടനുബന്ധിച്ച് ചൂതാട്ടവും സജീവമായിരിക്കുകയാണ്. 30 ലക്ഷം വരെ ക്ഷേത്ര കമ്മിറ്റികൾക്ക് നൽകിയാണ് സംഘം ചൂതാട്ടം തകൃതിയായി നടത്തി വരുന്നത്. അരുമാനൂർ നൈനാർ ദേവക്ഷേത്രത്തിൽ ഇത്തവണ ഉത്സവം കൊടിയേറിയത് ജനുവരി 25-നാണ്. ആറാട്ടോടെ ഉത്സവം സമാപിച്ചത് ഫെബ്രുവരി 3-ാം തീയതിയും. ജില്ലയിലെ ഏറ്റവും വലിയ ചൂതാട്ടം നടന്നതും ഇവിടെയാണ്. ക്ഷേത്ര കമ്മിറ്റിക്ക് മാത്രം ലഭിച്ചത് 27 ലക്ഷം രൂപയാണ്. അരുമാനൂരിൽ നിന്നും സംഘം കുന്നത്തുകാലിലുള്ള ചിമ്മിണ്ടി ശ്രീ നീലകേശി ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന് എത്തുമെന്ന വിവരം നമുക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ സംഘം 2 ദിവസമാണ് ഇവരുടെ പിന്നാലെ കൂടിയത്. ഫെബ്രുവരി 14 മുതൽ 23 വരെ നടന്ന ഉത്സവത്തിൽ ചൂതാട്ടം നടത്തുന്നതിനായി സംഘം ക്ഷേത്ര കമ്മിറ്റിക്ക് അടച്ചത് 10 ലക്ഷം രൂപയാണ്. ക്ഷേത്ര ട്രസ്റ്റിന്റെ ഭാരവാഹികളായ നടരാജൻ നായരുടെയും ഹരികുമാർ നെട്ടത്തലയുടെയും അറിവോടുകൂടി നടന്ന ചൂതാട്ടത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മുടെ ഒളി ക്യാമറകളിൽ പതിഞ്ഞത്. SNDPയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന വെള്ളറട ലോകനാഥ ക്ഷേത്രത്തിൽ ശിവരാത്രി ഉത്സവം ഫെബ്രുവരി 22-ന് തുടങ്ങി 26-ന് സമാപിച്ചിരുന്നു. വെള്ളറട പോലീസ് സ്റ്റേഷന്റെ എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ നടന്ന ചൂതാട്ടം ഒരൊറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ പോലും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? നമുക്ക് കളി നടന്നാലേ കോലിന് പൈസ കൊടുക്കാൻ പറ്റും. തെക്കൻ അതിർത്തി പ്രദേശത്തോട് ചേർന്നുള്ള ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ചൂതാട്ടം തകൃതിയായി നടന്നു വരികയാണ്. പാറശാലയിൽ നിന്നുമുള്ള 4 അംഗ സംഘമാണ് ഈ ഭാഗങ്ങളിലെ ചൂതാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതെന്നാണ് നമുക്ക് ലഭിച്ച വിവരം. വെളപ്പിൽശാലയിലെ വില്യം എന്ന വ്യക്തിയും ജില്ലയിലെ ചൂതാട്ടങ്ങളുടെ മുഖ്യ കണ്ണിയാണ്. ക്ഷേത്ര കമ്മിറ്റികൾക്ക് ലഭിക്കുന്ന ഭീമമായ തുകയിൽ നിന്നും പ്രദേശത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള പങ്കും സ്റ്റേഷനുകളിലെത്തും. അതുകൊണ്ട് തന്നെ കൺമുന്നിൽ നടന്ന ചൂതാട്ടങ്ങളെ പോലും കണ്ടില്ലെന്ന് നടിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്കും കഴിഞ്ഞു. തെക്കൻ ഭാഗത്ത് കട്ടകളി എന്നറിയപ്പെടുന്ന ചൂതാട്ടങ്ങളിലൂടെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി കോടികളാണ് ഈ സംഘം നേടിയത്. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജനും റീജുവിനുമൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. പോലീസുകാരുടെ കൺമുന്നിലാണ് ഇതൊക്കെ നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിരോധിച്ചതാണ് ഇത്തരം ചൂതാട്ടങ്ങൾ. അരുൺ സോളമൻ ചേരുന്നുണ്ട്. അരുൺ സോളമൻ, ക്ഷേത്ര ഉത്സവങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ചൂതാട്ട കേന്ദ്രങ്ങൾ നടക്കുന്നത്. അതും പോലീസിന്റെ അറിവോടെ എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യവുമാണ്. നമ്മുടെ ഒളിക്യാമറയിൽ പകർന്ന ദൃശ്യങ്ങൾ അതിന് തെളിവുമാണ്. കോടികളാണ് മറിയുന്നത്, അല്ലേ അരുൺ സോളമൻ? എന്നിട്ടും എന്താണ് പോലീസ് നടപടിയെടുക്കാത്തത്? ചൂതാട്ടം നിയമവിരുദ്ധമാക്കിയ ഒരു നാടല്ലേ നമ്മുടേത്? ഗുഡ് മോർണിംഗ് അരുൺ. ഈ പ്രധാനമായും നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ പരിധിക്കകത്ത് വരുന്ന ക്ഷേത്രങ്ങളിലാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള ഈ ചൂതാട്ടം ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് നടന്നു വന്നിരുന്നത്. ഇതിൽ പോലീസിൻ്റെ പങ്ക് നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. കാരണം പോലീസ് പ്രധാനമായും വെള്ളറട പോലീസ് സ്റ്റേഷൻ, പാറശാല, പൂവാർ പോലീസ് സ്റ്റേഷൻ പരിധികളിലുള്ള ക്ഷേത്രങ്ങൾ, അത് സ്റ്റേഷൻ്റെയും ക്ഷേത്രങ്ങളുടെയും അകലം നോക്കി തന്നെ വളരെ അടുത്തുള്ള ക്ഷേത്രങ്ങളാണ് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇത് ഒരു ക്ഷേത്ര ഉത്സവം നടക്കുമ്പോൾ സ്വാഭാവികമായും മൈക്ക് അടക്കമുള്ള ഈ പെർമിഷൻ വാങ്ങണമെങ്കിൽ ആ സ്റ്റേഷൻ പരിധികളിൽ നിന്നും മൈക്കിൻ്റെ ഓർഡർ വാങ്ങേണ്ടതുണ്ട്. അത്തരത്തിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് പോലീസിന് ഡ്യൂട്ടി ഉള്ള ക്ഷേത്ര
ക്ഷേത്രങ്ങളിലാണ് ഇത്തരത്തിൽ വളരെ വലിയ തോതിൽ ചൂതാട്ടം നടന്നിരിക്കുന്നുള്ള വിവരം നമുക്ക് ലഭിച്ചത്. ഇതിൽ നമ്മൾ ഈ കണ്ട ദൃശ്യങ്ങളൊക്കെയും ചിമ്മണ്ടി, കുന്നത്തുകാലിലുള്ള ചിമ്മണ്ടി ശ്രീ നീലകേശി ക്ഷേത്രം അടക്കമുള്ള ഈ സ്ഥലങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ തെക്കൻ അതിർത്തിയിൽ തമിഴ്നാടിനോട് ചേർന്നുള്ള അരുമാനൂർ നയനാർ ദേവ ക്ഷേത്രത്തിൽ ഇത്തവണ നടന്നത് 27 ലക്ഷം രൂപയുടെ ഏറ്റവും വലിയ ചൂതാട്ടമാണ്. ഇത്തരത്തിൽ തെക്കൻ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ കട്ടകളി എന്ന പേരിലാണ് ഈ ചൂതാട്ടം അറിയുന്നത്. നമുക്ക് ഇത്തവണ ഈ സംസ്ഥാനത്ത് നോക്കുമ്പോൾ തൃശ്ശൂർ അടക്കമുള്ള ജില്ലകളിലൊക്കെ ചൂതാട്ടം നടന്നിട്ടുണ്ടെങ്കിൽ അത് പോലീസൊക്കെ പിടിച്ച വാർത്തകൾ നമ്മൾ കണ്ടു. പക്ഷേ തെക്കൻ ഭാഗത്തേക്ക് വരുമ്പോൾ പോലീസിൻ്റെ സഹകരണത്തോടെ, പോലീസിൻ്റെ എല്ലാവിധ സംവിധാനത്തോടും കൂടി തന്നെയാണ് ഈ ചൂതാട്ടം നടക്കുന്നത്. പരിശുവയ്ക്കൽ ശ്രീകണ്ഠൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ തെക്കൻ ഭാഗത്ത് ഇതിനുള്ള ചുമതല നൽകിയിരിക്കുന്നത്. ഈ ശ്രീകണ്ഠൻ എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മൾ ഈ ദൃശ്യത്തിൽ നോക്കിയാൽ കാണാൻ കഴിയും. അദ്ദേഹം ക്ഷേത്ര കമ്മിറ്റിക്ക് തന്നെ 30-20 ലക്ഷം രൂപ കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ചൂതാട്ടം നടത്തുന്നത്. അതായത് അതിൻ്റെ അർത്ഥം ഒരു ക്ഷേത്ര കമ്മിറ്റി അരുമാനൂരിന് കൊടുത്തത് 27 ലക്ഷം രൂപയാണ്. അപ്പോൾ ചൂതാട്ടം നടത്തി ഇവർക്ക് എത്ര ലക്ഷം രൂപയാണ് അവിടെ നിന്ന് കിട്ടിയതെന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയില്ല. കാരണം ഒരു സീസൺ കഴിയുമ്പോൾ കോടികളുടെ ബിസിനസ്സാണ് ചൂതാട്ട സംഘങ്ങൾ നേടിയെടുക്കുന്നത്. അതിന് അർത്ഥം ഇതിൻ്റെ സ്റ്റേഷൻ പരിധികളിലടക്കമുള്ള പോലീസുകാർക്ക്, ഓരോ പോലീസിനും ഇതിൻ്റെ വലിയ തുകകൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസിൻ്റെ കൺമുന്നിൽ നടന്ന വെള്ളട ലോകനാഥ ക്ഷേത്രം SNDPയുടെ നേതൃത്വത്തിലുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. ആ ക്ഷേത്രം ഇരിക്കുന്നത് വെള്ളട പോലീസ് സ്റ്റേഷൻ്റെ മുൻവശത്താണ്. അവിടെ നടന്നത് 27 ലക്ഷം രൂപയുടെ ചൂതാട്ടമായിരുന്നു. ആ ചൂതാട്ടം പോലും പിടിക്കാൻ കഴിയാത്ത പോലീസാണ് നമ്മുടെ സേനയിലുള്ളതെന്ന് പറയുമ്പോൾ ഏറ്റവും അവമതിപ്പ് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും. കാരണം പോലീസിൻ്റെ ഒത്താശയോടുകൂടി തന്നെയാണ് തെക്കൻ ഭാഗത്ത് നടക്കുന്ന എല്ലാ ചൂതാട്ടങ്ങളും. അരുൺ, സൂക്ഷിക്കണം. നമ്മൾ വളരെ റിസ്ക് എടുത്താണ് ഈ ചൂതാട്ട കേന്ദ്രത്തിലേക്ക് പോയി നമ്മുടെ ഒളിക്യാമറ ദൃശ്യങ്ങൾ വഴി ആ ദൃശ്യം പകർത്തിയത്. ഇവരെന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് എന്നാണ് കേൾക്കുന്നത്. ഈ കട്ടകളിയൊക്കെ നടത്തുന്ന ആളുകൾ കോടികൾ കൈമറിയുന്ന ബിസിനസ്സാണ്. പ്രത്യേകിച്ച് നമ്മുടെ റിപ്പോർട്ട് വരുമ്പോൾ ഇനിയിപ്പോൾ പോലീസിൽ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. നാട്ടുകാർ കൂടി കുറച്ചുകൂടി കോൺഷ്യസ് ആവും. തെക്കൻ കേരളത്തിലുള്ള ഇവരുടെ ചൂതാട്ടത്തിൻ്റെ കളിയൊക്കെ തൽക്കാലം നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇവർ ഭീഷണി ഉയർത്തുന്നുണ്ടോ എപ്പോഴെങ്കിലും അരുൺ? നമുക്ക് ഈ ക്ഷേത്രോത്സവങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഈ പോയി നിൽക്കുമ്പോൾ തന്നെ അവർക്ക് അറിയാം ആരാണ് അവർ സ്ഥിരമായി കളിക്കാൻ വരുന്നത്. ക്ഷേത്രവും ആ നാടുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. പക്ഷേ ഈ സംഘം, ഈ പരിശുവയ്ക്കൽ ശ്രീകണ്ഠൻ എന്ന് പറയുന്ന വ്യക്തി കുറച്ച് വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ സജീവമാണ്. അതുപോലെ തന്നെ വിളപ്പിൽശാലയിലെ വില്യം എന്ന് പറയുന്ന വ്യക്തി, ഈ രണ്ടുപേരും ഈ തെക്കൻ ഭാഗത്ത് ചൂതാട്ടവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഈ മേഖലയിൽ സജീവമായി നിൽക്കുന്ന വ്യക്തികളാണ്. ഇവർ സാധാരണക്കാരെ തട്ടിപ്പിന് വിധേയമാക്കിക്കൊണ്ടാണ് ഈ ചൂതാട്ടവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. കാരണം ഈ സാധാരണക്കാർ കൂലിപ്പണിക്ക് പോകുന്നവർ അവർ ഒരു ദിവസം കിട്ടുന്ന 100 രൂപ കൊണ്ടുവന്ന് ചൂതാട്ടം നടത്തിയതൊരു ഈ മദ്യം കഴിക്കുന്നത് പോലെ ഒരു ലഹരിയായി ഈ ചൂതാട്ടം ക്ഷേത്ര ഉത്സവങ്ങൾ മാത്രമല്ല ഈ കുന്നത്തുകാൽ അടക്കമുള്ള സ്ഥലങ്ങളിലെ സാംസ്കാരിക ക്ലബ്ബുകളിലും ഇവർ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ വലിയ തോതിലുള്ള ഭീഷണി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് നിസ്സംശയം പറയാം. ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഒരേ സമയം പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നിസ്സഹകരണം ഉണ്ട്. പോലീസ് പ്രധാനമായും നേറ്റിങ്ങൽ DYSP ഷാജിയുടെ നേതൃത്വത്തിലുള്ള സ്റ്റേഷൻ പരിധികളിലാണ് ഈ ചൂതാട്ടമൊക്കെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തപ്പെട്ടവർ, ഇതൊക്കെ തടയേണ്ടുന്ന ഉത്തരവാദിത്തപ്പെട്ടവർ ഉണ്ട്. അവർ ഈ ഭാഗത്തു നിന്നും ഉള്ള ചൂതാട്ടങ്ങളെ തടയേണ്ടവരാണ്. പക്ഷെ അവർ ഇത് തടഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കൃത്യവിലോപമായി ചൂണ്ടിക്കാണിക്കേണ്ടത്. ഓക്കെ, എന്തായാലും അരുൺ, അഭിനന്ദനങ്ങൾ. കാരണം അങ്ങനെ ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്നു. അത് പ്രേക്ഷകരുടെ ശ്രദ്ധയിലും അധികാരികളുടെ ശ്രദ്ധയിലും നമ്മൾ പെടുത്തുകയാണ്. ശ്രദ്ധയിൽപ്പെടാതിരുന്നിട്ടൊന്നുമല്ല. കട്ടകളി എന്ന് പറയുന്ന പരിപാടി കുറച്ച് കാലമായിട്ട് ഈ ഭാഗങ്ങളിൽ തുടരുന്നതാണ്. പക്ഷേ പോലീസ് മനഃപൂർവ്വം കണ്ണടച്ചിരിക്കുകയാണ്. അത് വലിയ അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഗെയിമാണെന്ന് മാത്രമല്ല നമ്മുടെ നാട്ടിൽ നിയമം വഴി നിരോധിച്ചിരിക്കുന്ന ഗെയിമുമാണ്.